മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണല്ലോ കാന്തപുരം ഉസ്താദിനെ കേരളത്തിലെ സകല ജിഹാദികളും കൂടി പാച്ചത്തെറി വിളിച്ചുകൊണ്ട് ഈ രംഗത്തെത്തിയിരിക്കുന്നത്. വിറള്ളിപ്പടിച്ചിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതോടുകൂടി കേരളത്തിലെ ജിഹാദികൾക്ക് വിറള്ളി പൂണ്ടിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനെന്തിനാണ് ഇത്ര ജിഹാദികൾ ഇങ്ങനെ കുരുപൊട്ടുന്നത്? കാരണം മറ്റൊന്നല്ല, രാജ്യം തന്നെ കുട്ടിച്ചോറാക്കണം എന്ന് കരുതി സകല മുസ്ലിങ്ങളെയും ഈ പറയുന്ന ജിഹാദികൾ തങ്ങൾക്ക് അനുകൂലമാക്കി വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവാൻ ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് കാന്തപുരം ഉസ്താദ് ഇത്തരം ആളുകളുടെയൊക്കെ മണ്ടക്ക് കൊട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിയുമായിട്ട് അങ്ങ് കൂടിക്കാഴ്ച നടത്തി രാജ്യത്ത് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന തുറന്ന പ്രഖ്യാപനം നടത്തിയത്. ഇത് കേരളത്തിലെ ജിഹാദികൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് പച്ചത്തെറി വിളിക്കുക. ആരെയാ വിളിക്കുന്നത്? കാന്തപുരം ഉസ്താദിനെ. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ജിഹാദികള് നാടിന് എത്രത്തോളം അപകടമാണ് എന്നുള്ളതാ സകലരും തിരിച്ചറിയേണ്ടത്. അതിന് മുമ്പേ ആയിട്ട് ഒരു ഒന്നാം തരം മറ്റൊരു ജിഹാദി ഉണ്ട്, ഒരു മുബാറക്ക് എന്നൊക്കെ പറയുന്നത്. നിരന്തരം ഈ ജിഹാദിസം മാത്രമേ വിളിച്ചു പറയാറുള്ളൂ. ഈ വ്യക്തിയും ഈ പറയുന്ന ഈ നാറി എന്ന് പറയേണ്ടി വരും കാന്തപുരം ഉസ്താദിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം ജിഹാദികളുടെ പച്ചത്തെറികളും ഞാൻ കുറച്ച് ഉദാഹരണം ഇവിടെ മുന്നോട്ട് വെക്കാം. ഈ റാവുത്തറിന്റെ, ഈ മുബാറക് റാവുത്തറിന്റെ പോസ്റ്റാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇയാളെയൊക്കെ പിടിച്ച് തീഹാറിൽ ഇട്ടിട്ടില്ലെങ്കിൽ നാട്ടിൽ കലാപ ഇയാളുണ്ടാക്കൂ. ഈ പറയുന്ന റാവുത്തർ, മുബാറക് റാവുത്തറിനേക്കാ തീഹാറിൽ അടിക്കണോ, അല്ലെ ഇവരൊക്കെ നാട്ടിൽ കലാപം ഉണ്ടാക്കൂ എന്ന് വായിച്ചു കേൾപ്പിക്കാം. കാന്തപുരം അബൂബക്കറിന്റെയും മകന്റെയും അനധികൃതമായ സമ്പാദിച്ച കോടികളുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച് ഒരിക്കലും കേന്ദ്ര സർക്കാർ ഇഡിയും ഐ ടിയും അന്വേഷിക്കരുത്. ഇസ്രായേലിൽ നിന്നുൾപ്പെടെ കിട്ടുന്നുവെന്ന് പറയപ്പെടുന്ന വിദേശ ഫണ്ടിങ്ങിൽ തടസ്സം വരരുത്. അതിനുവേണ്ടി കാലു നക്കാൻ പറ്റിയ അവസരം ഇപ്പോൾ ആണെന്ന് മനസ്സിലാക്കി പോയതാണ് തന്തയും മോനും. യത്തീം മക്കളുടെ പേരിൽ കാലങ്ങളായി പിരിച്ചു നക്കിയതും മുക്കിയതും വിലാസിനിയുടെ പൊടി വടി എന്നിവ വിറ്റും മുടിപ്പള്ളിയുടെ പേരിൽ അൺഅക്കൗണ്ടഡായി പിരിച്ച് അനധികൃതമായി ഭൂമി കയ്യേറി നികത്തി ഉണ്ടാക്കിയ ബാർ ഹോട്ടലുകളും പബ്ബുകളും റിസോർട്ടുകളും ഉണ്ടാക്കി നടത്തുന്ന ബിസിനസ്സുകളും കൂടാതെ ഗൾഫിലും നാട്ടിലുമായി അണികളെ പറ്റിച്ച് പിരിച്ച് ഉണ്ടാക്കുന്ന കോടികളും ഉൾപ്പെടെയുള്ള അനധികൃതമായി സമ്പാദിക്കുന്ന പണവും സ്വത്തുക്കളും നിലനിർത്താനാണ് ഈ കാലപിടുത്തവും സമുദായത്തെ കൊടുക്കലും. ഗുജറാത്ത് വംശഹത്യയും അതിലെ കൊല്ലപ്പെട്ടവരെയും ആക്ഷേപിച്ച് മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയോ തന്തയും മകനും ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും സന്ദർശിക്കുന്നത് സ്വന്തം നിലനിൽപ്പ് പ്രതിസന്ധിയിൽ ആകുമ്പോഴാണ്. ഇപ്പോൾ ആവട്ടെ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യമൃഗം എപ്സ്റ്റീൻ ഫയലുകളിൽ പേര് വന്നും നരവനയുടെ പുസ്തകത്തിന്റെ വിഷയത്തിൽ മോദി രാഷ്ട്രീയമായി കടുത്ത പ്രതിസന്ധിയിലാണോ? മോദിയുടെയും സംഘത്തിന്റെയും എല്ലാം കള്ളക്കഥകളും പുറത്തു വരുന്ന ഈ സമയത്ത് ഞങ്ങൾ മോദിയുടെ കൂടെ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകുക മാത്രമാണ് വ്യാജമൊഴി ബിസിനസ്സുകാരന്മാരായ തന്തയും മോനും ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ഥിരമൊറ്റുകാരായ ഈ ചേക്കൂട്ടികളെ സമുദായം ജാഗ്രതയോടെ കരുതിയിരിക്കുക. അല്ല, ഈ മുബാറക് റാവുത്തറിന്റെ അപ്പന്റെ വകയാണോ ഇവിടെയുള്ള മുസ്ലിം സമുദായം എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം സംഘടനയുടെ നേതാവാണ് AP അബൂബക്കർ മുസ്ലിയാര്. AP കാന്തപുരം വിഭാഗമാണ് ഏറ്റവും ശക്തമായ കേരളത്തിലെ സാമുദായിക സംഘടന, മുസ്ലിം സമുദായിക സംഘടന എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ഈ കാന്തപുരം വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളുടെ ഒന്നും പകുതിയെങ്കിലും ഈ പറയുന്ന EK വിഭാഗത്തിനുണ്ടോ? അതേപോലെ ഈ റാവുത്തർ, ഈ പറയുന്നവരൊക്കെ മൗദൂദിയായിരിക്കാം. ഇവരുണ്ടോ? ഇവർ പിന്തുണക്കുന്ന ആളുകൾക്കുണ്ടോ? ഈ മുബാറക് റാവുത്തർ എന്ന് പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇപ്പോ AP അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനവുമായിട്ടാണ്. സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്വേഷണങ്ങളൊക്കെ നടത്തും. അതിൽ ഒരു കാന്തപുരം ഒരു മതമൊന്നുമില്ല. അതിന് ആര് തെറ്റ് ചെയ്താലും അവർക്കെതിരെ നടപടി ഉണ്ടാവും. അതിലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം, അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. പക്ഷേ ഈ കാന്തപുരം വിഭാഗം, കാന്തപുരം ഉസ്താദ് പിണറായിയെ കണ്ടാല് ഇവർക്ക് ആർക്കൊരു പ്രശ്നമില്ല. ഈ കാന്തപുരം ഉസ്താദിനെ സതീശൻ പോയി കണ്ടാല് ഒരു പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി കണ്ട പ്രശ്നമില്ല, പ്രിയങ്ക ഗാന്ധി കണ്ട പ്രശ്നമില്ല. ഇനി ഇടതുപക്ഷത്തെ ആര് കണ്ടാലും സ്ഥാപനമോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നരേന്ദ്രമോദിയെ കാണാൻ AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മകനും നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് എത്തിയാൽ ഇവരെന്തിനാ കുരുപൊട്ടുന്നത്? ഒരൊറ്റ കാരണം, ഇവിടെ സകല മുസ്ലിങ്ങളെയും പേടിപ്പിച്ച് നാട്ടിലൊരു കലാപം തന്നെ ഉണ്ടാക്കാനാണ് ഈ മുബാറക്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ കാന്തപുരത്തെ എതിർക്കുന്നവര് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടല്ലേ കൂടിക്കാഴ്ച നടത്തിയത്? എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? വിശുദ്ധ റമദാന്റെ സന്ദേശം കൈമാറി. നമ്മുടെ രാജ്യത്ത് ഒരു ഐക്യത്തിലാണ് മുന്നോട്ട് പോവേണ്ടത്. അത് സുന്ദരമായിട്ട് നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുക എന്നല്ലാതെ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് കാന്തപുരം ഉസ്താദ് കേരള പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരുപാട് ആളുകൾ ഇത് തീരെ സഹിച്ചിട്ടില്ല. കാരണം മറ്റൊന്നല്ല, ഈ മുസ്ലിം മതത്തെ എന്നും ഇരവാദം ഉന്നയിക്കുന്നവരായിട്ട് കൊണ്ടു നടക്കണമെന്നാണ് ഇത്തരം ജിഹാദികളുടെ ആഗ്രഹം. എന്നിട്ട് ഇവിടെ എന്നും പ്രശ്നം ഉണ്ടാക്കുക. ഈ മുബാറക്കുമാരി പറയുന്ന ഈ കാന്തപുരം ഉസ്താദിനെ തെറി വിളിക്കുന്ന ആളുകളൊക്കെ നാട്ടിൽ കലാപത്തിനാണ് ശ്രമിക്കുന്നത്. ഒരു തർക്കം വേണ്ട. നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ചെയ്യുന്ന നന്മയെ ലോകത്ത് സമാധാനത്തിന് നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടലുകളെ പ്രശംസിക്കുക എന്നുള്ളത് അത് കാന്തപുരം എന്നല്ല, വിവേകമുള്ള ലോകത്തെ സകല ജനതയും നരേന്ദ്രമോദിക്ക് കൈയടിക്കുന്ന ഈ ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? കാന്തപുരം ആ തിരിച്ചറിവ് കേരള പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് പറയാ. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മതത്തിനെതിരല്ല. അദ്ദേഹം ഉള്ള രാജ്യത്താണ്, അദ്ദേഹം ഭരിക്കുന്ന ഭാരതത്തിലാണ്. ഇവിടെ ഏറ്റവും സുന്ദരമായിട്ട് മുസ്ലിം മതം മുന്നോട്ട് പോകുന്നത് എന്ന് കാന്തപുരം പറയുമ്പോ അതിനെ എതിർക്കുന്നവർ എന്തിനാ എതിർക്കുന്നത്? ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം, പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കി കൊടുക്കണം, UDF നേട്ടമുണ്ടാക്കണം, LDF നേട്ടമുണ്ടാക്കണം, ഇവിടെ ഫുള്ള് മുസ്ലിങ്ങളെ സമാധാനം കെടുത്തണം. ഈ ജിഹാദികളൊക്കെ പറയുന്നത് കേട്ടാൽ ഇവിടെ ഒരു മുസ്ലിമിന് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ? AP അബൂബക്കർ മുസ്ലിയാർ അന്തസ്സോട് കൂടി വിളിച്ചു പറയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു മുസ്ലിമിന് യാതൊരു പ്രശ്നമില്ല. ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് എത്ര സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും? ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചിന്തിക്കണോ, ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ ജിഹാദികളോ പ്രശ്നമുണ്ടോ അങ്ങനെ. ഇത് യഥാർത്ഥത്തിൽ ഇത്തരം ജിഹാദികൾ നാട്ടിൽ കലാപമുണ്ടാക്കാൻ കാന്തപുരത്തേക്ക് ഈ വിഷയത്തിൽ തെറി വിളിക്കുന്ന ആളുകൾ നാട്ടിൽ കലാപത്തിന് ശ്രമിക്കുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കാന്തപുരത്തെ തെറി വിളിക്കുന്നതിനെ കുറിച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്ക. പച്ചത്തെറി വിളിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളാണ്. കമന്റാണ്, നാണം കെട്ട ദജ്ജാല്, പുള്ളിക്ക് കളവിൽ ഉലമ എന്ന പേര് എത്ര അനുയോജ്യം. ഒരുത്തന്റെ പേര് അത് അജീസ് മുഹമ്മദ്. അടുത്ത ആളാണ് അബ്ദുള്ള എന്ന് പറയുന്നത്. എന്ന് ഷെയ്ത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അടുത്ത കമന്റാണ് നിഹാസ് എന്ന് പറയുന്ന ദജ്ജാലുൽ ഉലമ അല്ലെങ്കിൽ ഷെയ്ത്താനുൽ ഉലമ രണ്ടുപേരും ചേരും ഈ മിർജാഫറിന്. എന്നിട്ട് ഈ തെറി വിളിക്കുന്നവരൊക്കെ പിന്തുണയ്ക്കുന്നത് ആരെയാ? ഞാൻ ആ കമന്റ് വായിച്ചുതരാം. ആണൊരുത്തരുണ്ടായിരുന്നു, എല്ലാവരും കൂടി ആ സാധുവിനെ ഒതുക്കി. ഭരണകൂട ഭീകരത ഇര മഹ്ദനിന്ന്. മഹ്ദനിപ്പിനെ പോലുള്ള ഒരു തീവ്രവാദിയാണോ? ബോധമുള്ള മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടത് അല്ലെ കാന്തപുരം ഉസ്താദിനെയോ? കാന്തപുരം ഉസ്താദ് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് അറിയൂലേ? ആ കാന്തപുരം ഉസ്താദാണ് കേരളത്തോട് വിളിച്ചു പറയുന്നത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കണം. അദ്ദേഹം രാജ്യത്ത് അദ്ദേഹം ഭരിക്കുന്ന ഭാരതത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സൗകര്യത്തിലും ജീവിക്കുന്നത് എന്ന് കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചല്ല. തൊട്ടടുത്ത രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മുസ്ലിം ഭരണാധികാരികളുള്ള പാകിസ്ഥാന്, സിറിയ, ഇറാഖ്, ഇറാൻ, ഇതേതെടുത്ത് നോക്കിയാലും മുസ്ലിങ്ങൾ സമാധാനം ഉണ്ടോ? നരേന്ദ്രമോദിയും RSS ഭരിക്കുന്ന ഭാരതത്തിലല്ലേ മുസ്ലിങ്ങൾ ഇത്രത്തോളം സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയാം. ഈ വിഷയത്തിലൊക്കെ കാന്തപുരത്തെ തെറി വിളിക്കുന്നവർ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.